ഗായ്സ്, അപ്പോൾ ഡേ 7 ആണ്. ഇന്നലെ ഏകദേശം 150 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിങ്ങളോട് ജസ്റ്റ് പറഞ്ഞിരുന്നു തോന്നുന്നുണ്ട്. ഇന്നലെ 150 കിലോമീറ്ററാണ് ഇന്നലെ കവർ ചെയ്തത്. ഏകദേശം 100, 200, 300 രൂപയുടെ പെട്രോൾ. ഇന്നലത്തെ ഏർണിങ്സ് ഏകദേശം 800 ആൻഡ് സംതിങ്, ഏകദേശം 550 രൂപ എടുത്താണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്, പെട്രോളിൻ്റെ പൈസ കുറച്ചിട്ട്. ഇന്നിപ്പോൾ നമ്മളത് 160 കിലോമീറ്റർ ആവാൻ പോകുന്നുണ്ട്. അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് ഏകദേശം ഒരു 9 ഗിഗ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 11 മണി മുതൽക്കുള്ളതാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഏകദേശം സമയം 10:56, 58, 11 മണിക്ക് ഇനി 2 മിനിറ്റ് കൂടി ഉണ്ട്. അത്രയ്ക്കേ ഉള്ളൂ. ശരിക്കും നമ്മൾ 10:45 ഓൺലൈനിൽ കാരണം ഒരു 15 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. ഞാൻ ആ ബ്രേക്ക് മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് 11:45. 11 മണിക്ക് ഞാൻ ഈ ഒരു ഗിഗിൽ കയറിയിട്ടുണ്ട്. 12 മണി വരെയുള്ള ഗിഗാണ് എടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് ആകെ ഫസ്റ്റ് ഓർഡറാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. 11:45. 11:45 ഓർഡർ, എന്താ പറയുക, അവിടുന്ന് റെസ്റ്റോറൻറ്റിൽ നിന്നും എനിക്ക് കിട്ടിയേക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഡെലിവറി കൊണ്ടേ കൊടുക്കണം. ഇത് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്തേക്കാണ് കിട്ടിയത്. ഇതിനുള്ളതൊക്കെ വരുന്ന പുക നോക്ക്. ഇങ്ങനത്തെ ഒരൊറ്റ വണ്ടിയും നമ്മുടെ MVDയും പോലീസുകാരും ഒന്നും പിടിക്കത്തില്ല. നമ്മുടെ വണ്ടിയിൽ നിന്ന് ഒരിത്തിരി വെള്ളപ്പുക വന്നു കഴിഞ്ഞാൽ സീൻ സീൻ സീൻ. പോലീസ് ഉണ്ടല്ലോ. എന്തായിട്ട് അവിടെ ആൾക്കൂട്ടം? ട്രാഫിക് ബ്ലോക്ക് ആയതാ? അയ്യടാ, ഇപ്പം എല്ലായിടത്തും കാണുന്നതൊക്കെ തന്നെ. പുതുമയൊന്നും ഇല്ലല്ലോ എന്ന്. അയ്യോ, മോനെ, ഇതെന്താ അവിടെ എത്ര ആൾക്കാർ? ഉയ്യോ, വീടൊക്കെ കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. സാറേ, E78 NGO ക്വാർട്ടേഴ്സാണ് കാണിക്കുന്നത്. കാറിന് ബാക്കിൽ ഇങ്ങനെ പോലെ. ഓക്കെ, ശരി സാർ. അമ്മേതാ താന്താ. ബാഡ് മാൻ. അടുത്തത് അയ്യോ, ഡെലിവറി. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഡെയിലി 1000 ഉറുപ്പിക വെച്ച് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് നേരം കൂടി അധികം ഓടിയാൽ മതി. 12 മണി വരെ ഓടി കഴിഞ്ഞാൽ ഇപ്പോൾ 10 മണി മുതൽ 12 മണി വരെയുള്ള ഗിഗ് ഉണ്ട്. 10 to 11, 11 to 12 അങ്ങനത്തെ ടൈം പീരീഡിലുള്ള ഗിഗ് ഉണ്ട്. അപ്പോൾ അതെനിക്ക് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എനിക്ക് ഈ പറഞ്ഞ 1000 റുപ്പീസ് എല്ലാ ചിലവും കഴിച്ചിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിൽ തന്നെ ഇൻസെൻറ്റീവ് വേറെ എക്സ്ട്രാ എമൗണ്ടും കയറും. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1600, 1800 രൂപ വരെയൊക്കെ ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ 12 to 12 ഏകദേശം എന്താ പറയുക, ഏകദേശം 12 മണിക്കൂറിൻ്റെ അടുത്ത് വർക്ക് ചെയ്യണം. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ തൽക്കാലം 12 മണിക്കൂറിൻ്റെ മുകളിൽ വർക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ തൽക്കാലം അതും കൂടെ ഒഴിവാക്കുകയാണ്. എന്നുവെച്ചാൽ ഒരു 5-6 കൊല്ലം മുന്നേ വരെ ഈ പെട്രോൾ എക്സ്പെൻസ്, അതേമാതിരി വീക്ക്ലി ഇൻസെൻറ്റീവ്, പിന്നെന്താ ഈ ട്രിപ്പിൻ്റെ ചാർജ്, അങ്ങനെ എല്ലാം കൊണ്ടും കുറച്ചധികം നല്ലോണം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമായിരുന്നു. ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾക്ക് ഒരുപാട് ദൂരത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പേയ്മെൻറ്റാണ്. അതൊക്കെ കൂടുതലായിരുന്നു. പക്ഷേ ആ ഒരു സ്റ്റേജും ഇപ്പോഴത്തെ ഒരു സ്റ്റേജും വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ടൈം, ഇപ്പോൾ നിങ്ങൾ ആരും ഒരു സൈഡ് ഇൻകം ഉണ്ടാക്കാൻ വിചാരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഒരു പെട്രോൾ വണ്ടി ആണെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഏകദേശം ഒരു 50 കിലോമീറ്ററോ 100 കിലോമീറ്റർ മൈലേജുള്ള പ്ലാറ്റിനം വരത്തെ വണ്ടികളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് എക്സ്പെൻസ് അങ്ങോട്ട് സെറ്റായി പോകത്തില്ല. എന്താ വെച്ചാൽ പെട്രോൾ എക്സ്പെൻസ് തന്നെ നല്ലൊരു എമൗണ്ട് വരും. നിങ്ങളൊരു നേരത്തെ ഫുഡ്, ഞാനിപ്പോൾ പറഞ്ഞ മാതിരി എനിക്ക് ശരിക്കും 800 സംതിങ് ഉണ്ടാവില്ല. ഞാനൊന്ന് ഉച്ചയ്ക്ക് ഒരു ചോറും കഴിച്ചു. അപ്പോൾ ചോറ് കഴിച്ച പൈസയും കൂടി വെച്ച് കുറച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 700 രൂപ ആ റേഞ്ചിനടുത്ത് എനിക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ എക്സ്പെൻസ് പോലും ക്ലിയർ ചെയ്ത് പോകാൻ പറ്റത്തില്ല ഈ ഒരു കണ്ടീഷനിൽ. അപ്പോൾ നമുക്ക് വണ്ടിക്ക് ഒരു പണി വരികയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾക്ക് ഏകദേശം ടയർ മാറ്റാനായെന്ന് വിചാരിക്കും. ഇതിപ്പോൾ ഡെയിലി ഇങ്ങനെ 1000 രൂപ വെച്ചുണ്ടാക്കി നിങ്ങൾക്ക് ഒരു ടയറിൻ്റെ ഇതോ അല്ലെങ്കിൽ ചെയിൻ്റെ ലൈഫിൻ്റെ ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഈസി ആയിട്ട് മീറ്റ് ചെയ്ത് പോകും. ഞാൻ പണ്ട് ഓടി ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. പക്ഷെ ഇത്രമാത്രം കട്ട് ചെയ്ത് ഒഴിവാക്കിയ കാര്യം ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. അപ്പോൾ ഓടിയിട്ട് കാര്യമില്ല എന്നുള്ള ആ ഒരു കണ്ടീഷനിൽ തന്നെ എത്തി. നമ്മൾ എന്താ വെച്ചാൽ ഇത്രയും സമയം നമ്മൾ വേറെ എവിടെയും പോയി വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മണിക്കൂറിനൊരു 45 റുപ്പീസൊക്കെ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം 12 മണിക്കൂർ പണിയെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു സംഖ്യയായി. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വമ്പൻ നഷ്ടമാണ്. അപ്പോൾ ഇത് ചിലവരുണ്ട്, ഞാൻ 1-2 ആൾക്കാരെ കണ്ടു, ഒരു കൊല്ലമായിട്ടൊക്കെ ഓടുന്ന ആൾക്കാരുണ്ട്. ഒരു കൊല്ലമായിട്ട് ഒരു ഏട്ടനോട് ഞാൻ പരിചയപ്പെട്ടു. മൂപ്പര് ഏകദേശം ഒരു കൊല്ലമായി ഈ ഒരു സൊമാറ്റോ പരിപാടി നടത്തുന്നത്. മൂപ്പര് പറഞ്ഞത് മൂപ്പരുടെ ഫാമിലി ചിലവൊക്കെ നടത്തി പോകുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, വേറെ സീനൊന്നുമില്ല, മുട്ടൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായില്ല? മൂപ്പര് പറഞ്ഞില്ല, കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇതുവരെ ഈ ഡേ ബൈ ഡേ ഓഫേഴ്സ് അതേമാതിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. നമുക്ക് റിട്ടേൺ പേയ്മെൻറ്റിന് കിട്ടേണ്ട പൈസ, പെട്രോൾ ഇൻസെൻറ്റീവ്, അതേമാതിരത്തെ കാര്യങ്ങൾ, അതേമാതിരി ഓവർ ടൈം നമ്മൾ ഒരു ഇപ്പോൾ ഈ നൈറ്റിനൊക്കെ ശരിക്കും നല്ലൊരു ചാർജ് തന്നെ നമുക്ക് കിട്ടണം. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇവർ മാക്സിമം കസ്റ്റമേഴ്സിന് ഓഫേഴ്സ് ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ നമ്മുടെ പൈസയാണ് അവിടെ നിന്ന് കട്ടാക്കി പോകുന്നത്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇപ്പോൾ ഓടുന്ന ആരെങ്കിലും ഓരോ തളർത്താൻ വേണ്ടി പറയുന്നതല്ല, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കും, നീ ഇത് ഇറങ്ങുന്നതിന് മുന്നേ ഇതൊന്നും ചിന്തിക്കാണ്ടാണ് ഇറങ്ങിയെന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്കിതിനെ മുന്നേ കിട്ടിക്കൊണ്ടിരുന്ന പേയ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഒരു എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു പരിപാടിയായിപ്പോയി. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പണി കിട്ടിയ മാതിരിയാണ്. അത്ര ദിവസത്തെ പണി ഒഴിവാക്കി ഈ ഒരു പണിക്ക് ഇറങ്ങിയത് തന്നെ വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി ഗൈസ്. അപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഇന്നത്തെ ഏർണിങ്സ് കാണിച്ചു തരാം. എന്താണ് കപ്പ്? ഇത് 1292, അതായത് 1300 രൂപയ്ക്ക് 8 രൂപ കുറവ്. ഇന്ന് ടോട്ടൽ എടുത്തത് 19 ഓർഡേഴ്സാണ്. 9 ഗിഗ് ഇന്ന് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഇതിൽ കാണിക്കുന്ന സമയം 9 മണിക്കൂറും 5 ഹവേഴ്സും 9 മണിക്കൂറും 5 മിനിറ്റും ഞാൻ ഇതിൽ വർക്ക് ചെയ്തതാണ്. പക്ഷേ ഞാനിന്ന് ടോട്ടൽ ഇറങ്ങിയിട്ട് ഏകദേശം 12 മണിക്കൂറുണ്ട്. ഇത് ഓർഡേഴ്സ് എടുത്തിട്ട് പോയ ടൈം ഓൺ ഓർഡർ എന്ന് മാത്രമാണ് കാണിക്കുന്നത്. ഓർഡർ എടുത്തിട്ട് ഓടിയത് മാത്രമാണ്. അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയിലുള്ള അലച്ചിലൊന്നും ഇവർ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ശരിക്കും ഇതിൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കണം. ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെയുള്ള ഡ്യൂട്ടി എടുത്തു, അതിൽ 9 മണിക്കൂർ ഓടി എന്നുള്ളതാണ് കാണിക്കേണ്ടത്. അപ്പോൾ 19 ഓർഡേഴ്സാണ് ഞാൻ ഇതിനോട് എടുത്ത് 9 ഗിഗ് കംപ്ലീറ്റ് ചെയ്തു. രാവിലെ മുതൽക്ക് ഈ ഒരു സമയം വരെ കേട്ടോ ഗൈസ്, 10 മണി വരെ. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 9 മണിക്ക് ഞാൻ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. 10 മണി മുതൽക്ക് ആ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. 10 to 11, 11 to 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ പറയുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓട്ടോ ഓടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഏകദേശം 12 മണിക്കൂറിൻ്റെ മുകളിൽ ഞാൻ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കിട്ടിയത് 1292, അതായത് 1300 രൂപ കൂട്ടിക്കോ. അപ്പോൾ അതിൽ ഞാൻ ടോട്ടൽ ഓടിയേക്കുന്നത് 371 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അതിൽ 150 ഇന്നലത്തെയാണ് കേട്ടോ. അപ്പോൾ ആ 150 എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഏകദേശം ഒരു 250, 350, 370, അപ്പോൾ 200 സംതിങ് കിലോമീറ്ററിനടുത്ത് 250 കിലോമീറ്റർ കൂട്ടിക്കോ. 250 കിലോമീറ്റർ ഓടണമെങ്കിൽ ഏകദേശം 500 രൂപയുടെ പെട്രോൾ വേണം. 250 കിലോമീറ്റർ ഓടണമെങ്കിൽ ഏകദേശം 500 രൂപയുടെ പെട്രോൾ വേണം. 200 കിലോമീറ്ററിന് ഏകദേശം ഒരു 400 രൂപ. 250 കിലോമീറ്റർ ആകുമ്പോൾ ഏകദേശം 500 രൂപ. 500 രൂപയുടെ പെട്രോളാണ് ഞാൻ ഈ വണ്ടിയിൽ ഓടിച്ചത്. ആ ഇതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ 1300-ന് 500 കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നൊരു ചോറും കഴിച്ചു കുറച്ച്. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഒരു 100 രൂപ ഉണ്ട്. അപ്പോൾ ടോട്ടൽ 600 രൂപ ഇന്നത്തെ എൻ്റെ എക്സ്പെൻസാണ്. ബാക്കി 692 രൂപയാണ് ഇന്നത്തെ എൻ്റെ
പ്രോഫിറ്റ് എന്ന് പറയുന്ന സാധനം എനിക്ക് ഇന്ന് സൊമാറ്റോ ഏകദേശം 12 മണിക്കൂർ ഓടിയിട്ട് എനിക്ക് കിട്ടിയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ മാരല്ല സൊമാറ്റോ, സ്വിഗ്ഗി അതേമാതിരത്തെ എല്ലാ ഡെലിവറി ആപ്സിൻ്റെ കഥ എനിക്കറിയില്ല. സൊമാറ്റോ ഈ ഒരു സ്വിഗ്ഗിയും ഈ രണ്ട് കാര്യത്തിന് ഞാൻ പറഞ്ഞത്, ഞാൻ പേഴ്സണലായിട്ട് കണ്ട് സംസാരിച്ച എല്ലാ ഡെലിവറി ബോയ്സും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവർ കംപ്ലീറ്റ് ഈ ഒരു എന്താ പറയുക ഇതിന് മുന്നേ കിട്ടിക്കൊണ്ടുവന്ന വലിയ വലിയ ഇൻസെൻറ്റീവ് ഒക്കെ എടുത്ത് മാറ്റുന്നത്. വീക്ക്ലി ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു, മന്ത്ലി ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു, പെട്രോൾ ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു, അതേമാതിരി ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ എന്ന് പറഞ്ഞൊരു എമൗണ്ട് വളരെ കൂടുതലായിരുന്നു. ഇപ്പോൾ വളരെ കട്ട് ചെയ്ത് കുറച്ച് ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ അയാൾ പറഞ്ഞു അയാളിങ്ങനെ ഒരു കൊല്ലമായിട്ട് സൊമാറ്റോ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കൊല്ലത്തിൻ്റെ മുകളിലായിട്ട് സൊമാറ്റോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് കുട്ടികളുടെ കാര്യം, വൈഫിൻ്റെ കാര്യം, അതേമാതിരി എല്ലാ കാര്യങ്ങളും ഈ ഒരു സൊമാറ്റോത്തെ ഇൻകം കൊണ്ടാണ് അയാൾ നോക്കിപ്പോയതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡെയിലി നിങ്ങൾ എത്ര എടുക്കുന്നു, മീൻസ് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ മൂപ്പർ പറഞ്ഞാൽ ഏകദേശം ഒരു 800 രൂപയുടെ അടുത്ത് മൂപ്പർക്ക് കൊണ്ടുപോകാനുണ്ടാവലുണ്ട്. എന്താ പറയുക അങ്ങനെ ഉണ്ടാക്കില്ല. അപ്പോൾ മൂപ്പരോട് ഞാൻ എത്ര മണിക്കൂർ പണിയെടുക്കുമെന്ന് വെച്ചാൽ മൂപ്പർ പറഞ്ഞാൽ ഏകദേശം 14 മണിക്കൂറിനടുത്ത് രാവിലെ 8 മണിക്ക് എന്തോ ഇറങ്ങും പോലും പാവം. എന്നിട്ട് ഏകദേശം ഈ പറഞ്ഞാൽ രാത്രി 10 മണി വരെ 10 മണിയായിട്ട് എന്തോ മൂപ്പർ വിചാരിച്ച എന്തോ ഒരു ടാർഗറ്റ് ഉണ്ട്, അത് ഒത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം 11 മണി വരെ 12 മണി വരെ ഒക്കെ ഓടും പോലും. ഇൻസെൻറ്റീവ്സ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഇൻസെൻറ്റീവ്സ് അങ്ങനെയാണ് കൊടുക്കുന്നത്, ഇത്ര മണിക്കൂർ വർക്ക് ചെയ്താലേ എത്ര ഇൻസെൻറ്റീവ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു സംഖ്യ ഉണ്ടാക്കിയത് 2249 രൂപയാണ് ഇന്നലെയും ഇന്നുമായിട്ട് ഞാൻ ഉണ്ടാക്കിയത്. ഐ മീൻ വെള്ളി ശനി ഈ 2 ദിവസങ്ങളിൽ. ഈ 2 ദിവസങ്ങളിൽ ഞാൻ ഓടിയത് ഏകദേശം 373 കിലോമീറ്റർ. 370 കിലോമീറ്റർ കൂട്ടാം. അപ്പോൾ 370 എന്ന് പറയുമ്പോൾ ഏകദേശം 600 700 സംതിങ് 800 രൂപയുടെ അടുത്ത് പെട്രോൾ എനിക്ക് ചിലവായിട്ടുണ്ട്. 800 ഉണ്ടാവില്ല, ഒരു 780 ആ റേഞ്ചിനടുത്ത് പ്രതീക്ഷിച്ചോ. 800 രൂപയുടെ പെട്രോൾ എനിക്ക് ചിലവായിട്ടുണ്ട്. അപ്പോൾ 2249 മൈനസ് 800 നോക്കിക്കഴിഞ്ഞാൽ 1200 1400 സംതിങ് ഉറുപ്പ് 2 ദിവസത്തേക്ക്. ഏകദേശം 700 റുപ്യേൻ്റെ അടുത്ത് ഡെയിലി വെച്ചിട്ട് ഇന്നലെ ഇന്നുമായിട്ട് 700 ആയിട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഇൻസെൻറ്റീവ്സ് എല്ലാ കാര്യങ്ങളോട് കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രാവിലെ മുതൽക്ക് ഈ ഒരു സമയം വരെ ഇവിടുന്ന് 12 മണിക്കൂറിനടുത്ത് പണിയെടുക്കുന്നത്, എന്നിട്ടും കിട്ടുന്ന പേ ഔട്ട് ഇങ്ങനത്തെ ഒരു പേ ഔട്ടാണ്. അപ്പോൾ ആ ഒരു പേ ഔട്ട് വെച്ചിട്ട് എന്നെ മാരത്തെ ഒരാൾക്ക് ഇതിൽ ഓടിയിട്ട് ഒരിക്കലും 1 ലക്ഷം റുപ്യ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കി, കുറച്ച് വൈകിട്ടാണെങ്കിൽ ഞാൻ മനസ്സിലാക്കി. എന്താ വെച്ചാൽ കുറച്ച് മുന്നത്തെ മാരത്തെ ആ ഒരു ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് കൂളായിട്ട് ഈ പറഞ്ഞ 1 ലക്ഷം റുപ്യ പറഞ്ഞാൽ 90 ദിവസം കൊണ്ട് 1 ലക്ഷം റുപ്യയുടെ മുകളിൽ ഉണ്ടാക്കാൻ പറ്റിയായിരുന്നു. പലരും ഉണ്ടാക്കിയിട്ടുമുണ്ട്, കിട്ടിയിട്ടുമുണ്ട്. പക്ഷെ മാസം 30,000 റുപ്യേൻ്റെ മുകളിൽ ഈ ഒരു സാധനത്തിന് ഇൻസെൻറ്റീവ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്, ഇൻകം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാനും. സ്വിഗ്ഗി ഓടിച്ചിട്ട് കേട്ടോ. ഇവിടെയല്ല, ബാംഗ്ലൂരിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഓർഡേഴ്സും വ്യത്യാസമുണ്ട്. പക്ഷേ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കേരളത്തിലുള്ളവർക്കും ഉണ്ടായിരുന്നു. ആ ടൈമിൽ എൻ്റെ കുറച്ച് കൂട്ടുകാർ കേരളത്തിലുള്ള ലൈറ്റുകളും ഈ പറഞ്ഞ 37-38 റുപ്യേൻ്റെ അടുത്തൊക്കെ മാസം ഉണ്ടാക്കിയിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാനിങ്ങനെ അവിടെ അങ്ങനെ ഇത്ര എമൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇപ്പോഴത്തെ ഈ ഒരു പേ ഔട്ടും കാര്യങ്ങളൊന്നും വെച്ചിട്ട് എനിക്ക് ഒരു കാരണവശാലും തലകൂത്തി നിന്ന് കഴിഞ്ഞാലും 1 ലക്ഷം റുപ്യ ഈ ഒരു വണ്ടിയിലുള്ള ഉണ്ടാക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇലക്ട്രിക് വണ്ടി എടുത്ത് ഇറങ്ങി കഴിഞ്ഞെന്ന് വിചാരിച്ചോ, ഞാനിപ്പോൾ ഒരു 100 കിലോമീറ്റർ 200 കിലോമീറ്റർ എന്താ പറയുക റേഞ്ചുള്ള ഒരു ഇലക്ട്രിക് വണ്ടി എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാലും എനിക്ക് ഏകദേശം എത്ര സമയം വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സംഖ്യ ശനിയാഴ്ച മാരത്തെ ഒരു ദിവസമായിട്ടൊന്ന്, ശനിയാഴ്ച തന്നെയാണെന്ന്. അപ്പോൾ എന്താ പറയുക, ആൾക്കാരൊക്കെ ഒരുവിധം എല്ലാവരും ഓഫ് എടുക്കുന്നതും അതേമാതിരി ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടാകുന്നതും ഔട്ടിങ്ങിനൊക്കെ പോകുന്ന ദിവസമാണെന്ന്. അപ്പോൾ ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായിരുന്ന ഒരു ദിവസമാണ്. എന്നിട്ടും കൂടി ഏകദേശം 1300 രൂപയുടെ അടുത്താണ് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഞാനിതുവരെ എല്ലാ ഗിഗും എടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഫോൾസ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. മീൻസ് എന്താ പറയുക, വേറെ കുറേ പെനാൽറ്റീസൊക്കെ ഉണ്ട്. അതൊന്നും കൊള്ളുന്ന രീതിയിലുള്ള ഒരു പരിപാടി ഒപ്പിച്ചിട്ടില്ല. ഗിഗൊന്നും ക്യാൻസൽ ചെയ്തിട്ടില്ല. ബ്രേക്സ് ഒന്നും അധികം എടുത്തിട്ടില്ല. എന്നിട്ടും ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു 200 കിലോമീറ്റർ ഓടുന്ന ഒരു ഇലക്ട്രിക് വണ്ടി എടുത്തിട്ട് ഞാൻ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങി കഴിഞ്ഞാലും എനിക്ക് ഇത്ര സമയം വർക്ക് ചെയ്യണം, 12 മണിക്കൂറിനടുത്ത് വർക്ക് ചെയ്യണം. ഡെയിലി ഒരു 1000 റുപ്യ ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു 1000 റുപ്യ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10 മണിക്കൂർ 11 മണിക്കൂറോളം വർക്ക് ചെയ്യണം. അത് വൺ ടാസ്ക്കാണ്. 11 മണിക്കൂറൊക്കെ ഫുഡ് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടാസ്ക്കാണ്. ഞാൻ വിചാരിച്ചതിനാട്ടി അപ്പുറത്താണ്. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കെന്താ വെച്ചാൽ എനിക്കെന്തായാലും പറ്റത്തില്ല, ഞാൻ ഉറപ്പിച്ച് തീർത്തു. എനിക്ക് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല.
പൈസ ഇല്ല എന്നല്ല, പൈസ കിട്ടുന്നുണ്ട്. പക്ഷേ ചിലവരുണ്ട് ഈ ഗിഗ് നോക്കിയിട്ട് മാത്രം ഓടുന്നവരുണ്ട്. പക്ഷേ എൻ്റെ ടാർഗറ്റ് ഞാൻ പറഞ്ഞല്ലോ, 1,00,000 റുപ്യയായിരുന്നു 90 ദിവസം കൊണ്ട്. അതൊരിക്കലും നടക്കൂല. ഈ ഒരു വണ്ടിയുടെ മുകളിൽ ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു സമയത്ത് നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതിവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യാണ്. നിങ്ങളുടെ എല്ലാവരും പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്തെങ്കിലും ഒരു ഓഫേഴ്സ് സൊമാറ്റോ കൊണ്ടുവരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് കാണാം. ഈ ഒരു ചലഞ്ച് നമ്മൾ അവിടെ വെച്ചാൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ തൽക്കാലം ഞാൻ പ്ലേ ലിസ്റ്റിൽ ഇട്ടിട്ട് അങ്ങോട്ട് സൈഡാക്കി വെക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഓക്കെ, ബൈ. സന്തോഷം.